കഴിഞ്ഞ ദിവസം ഒരു കല്യാണം നടന്നപ്പോൾ വൈകുന്നേരമാണോ ഒന്ന് ആഘോഷിക്കാമെന്നൊക്കെ പറഞ്ഞിറങ്ങി. ചെറുക്കനും ഉണ്ടായിരുന്നു, ഈ കല്യാണ ചെറുക്കൻ. ആ ആവേശത്തിൽ ചില സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു. പത്തനംതിട്ട നഗരസഭയുടെ കുറച്ച് നല്ല ഭംഗിയുള്ള ചെടിച്ചട്ടികളൊക്കെ കണ്ടപ്പോൾ ഒരു കൗതുകത്തിനങ്ങ് എടുത്തുകൊണ്ട് പോയതാണ്. എന്തായാലും പോലീസ് പൊക്കി, CCTVയിലെല്ലാം എല്ലാം നല്ല വൃത്തിയായി പതിഞ്ഞിട്ടുണ്ടായിരുന്നു. കോടതിയിൽ ചെന്ന് കുറ്റം സമ്മതിക്കേണ്ടിയും വന്നു. ഈ CCTV നല്ല വൃത്തിയായി പതിഞ്ഞുകൊണ്ടാണ് പോലീസിന് പെട്ടെന്ന് ആളെ പിടികിട്ടിയത്. CCTVയിൽ കണ്ട വാഹനം ഇതാണ്. രജിസ്ട്രേഷൻ നമ്പർ വ്യക്തമായിരുന്നതിനാൽ പോലീസിന് കാര്യങ്ങൾ എളുപ്പമായി. വാഹനം ഓടിച്ചത് ലാക്കൂർ സ്വദേശിയാണ്. ചെടിച്ചട്ടികൾ മൂടോടെ പൊക്കിയത് നവവരനും. അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു. കല്യാണ വീട്ടിൽ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ചേർന്ന് ഒന്നുകൂടി. ബാച്ചിലേഴ്സ് പാർട്ടിയാണെന്ന് വേണമെങ്കിലും പറയാം. പാതിരാത്രി ആയപ്പോൾ ചിലർക്കൊരു പൂതി, 2 എണ്ണം കൂടി വേണം. വണ്ടിയെടുത്ത് നേരെ ബാറിലേക്ക്. നല്ല കിക്കായ പരുവത്തിലാണ് യുവാക്കൾ നഗരത്തിലൂടെ വണ്ടിയിൽ പോയത്. സഹകരണ ബാങ്കിന് സമീപം എത്തിയപ്പോഴാണ് ചെടിച്ചട്ടികൾ ഇവരുടെ കണ്ണിൽ തെളിഞ്ഞത്. വണ്ടി ചവിട്ടി. രണ്ടാമൻ ചാടിയിറങ്ങി 2 ചെട്ടികൾ പൊക്കി. പിന്നെ ബാറിലേക്ക്. രാത്രി 1:30-ക്ക് ബാറിലെത്തിയെങ്കിലും സാധനം കിട്ടിയോ എന്നുറപ്പില്ല. എന്നാൽ CCTVയിൽ ആളെ കിട്ടി. മോഷണം വ്യക്തമായതോടെ നഗരസഭാ കൗൺസിലർമാർ വ്യാപാര കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുകയായിരുന്നു. അങ്ങനെ പുള്ളികളെ തിരിച്ചറിഞ്ഞു. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം നവവരൻ്റേതുമായിരുന്നു. പോലീസ് കൃത്യമായി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. 2 പ്രതികളെയും അറസ്റ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ അവർ കൃത്യത്തിനായി ഉപയോഗിച്ച വാഹനവും സീസ് ചെയ്തിട്ടുണ്ട്. ഇത് ബാക്കിയുള്ളവർക്കൊരു മാതൃകയാകണം എന്നുള്ള നിലയിലാണ്. തൊണ്ടി നവവരൻ്റെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. ഇത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. നവവരന് വൈകാതെ വിദേശത്തേക്ക് മടങ്ങേണ്ടതാണ്. കേസ് അവിടെ ഒരു തടസ്സമാകുമോ എന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. കല്യാണത്തലേന്ന് തലപെരുത്തപ്പോൾ തോന്നിയ ബുദ്ധിമോശമാണ് യുവാക്കളെ അപ്രതീക്ഷിതമായി കെണിയിൽ കുടുക്കിയത്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. അഭിലാലുണ്ട് നമുക്കിപ്പോൾ. അഭിലാൽ, അപ്പോൾ കൂട്ടുകാർക്കും വരനുമൊക്കെ തോന്നിയ പൂതി ഇപ്പോൾ അവസാനിച്ചാണോ അല്ലേ? വിനാശകാലെ വിപരീത ബുദ്ധി എന്നൊക്കെ പറയുന്നത് ഇവരുടെ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുകയാണ്. കല്യാണത്തലേന്ന് സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് വീട്ടിൽ വരുത്തി ബാച്ചിലേഴ്സ് പാർട്ടി നടത്തി തലേക്ക് അല്പം പെരുത്തപ്പോൾ എന്നാൽ പിന്നെ 2 എണ്ണം കൂടി അടിച്ചേക്കാം എന്നുള്ള ഒരു പ്ലാനിൽ വാഹനം എടുത്ത് രാത്രി 1:30-ക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയ വഴിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വാഹനം വഴിയിൽ നിർത്തുന്നു. നവവരൻ തന്നെ റോഡിലേക്ക് ഇറങ്ങി. എന്നാൽ വീട്ടിലെ അലങ്കാരത്തിന് അല്പം കൂടി മോടിയാവട്ടെ എന്ന് കരുതി റോഡ് സൈഡിൽ നിന്ന് 2 ചെട്ടികൾ കൂടി പൊക്കി വാഹനത്തിൽ വെച്ച് പോകുന്നു. അവർ നേരെ പോയത് ബാറിലേക്കാണ്. KSRTC ബസ് സ്റ്റാൻഡ് എതിർവശത്തെ ബാറിൽ രാത്രി 1:30 സമയത്ത് എത്തിയ ഇവർക്ക് മദ്യം കിട്ടിയോ എന്നുള്ളതിൽ ഉറപ്പില്ല. എന്തായാലും CCTV ദൃശ്യങ്ങളിൽ ആളുകളെ കിട്ടി, വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ കിട്ടി. മോഷണം വ്യക്തമായതോടുകൂടി പിറ്റേ ദിവസം തന്നെ നഗരസഭയിലെ കൗൺസിലർമാരാണ് CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ വേണ്ടി ഇറങ്ങിയത്. 12 ഇടങ്ങളിൽ നിന്ന് CCTV ദൃശ്യങ്ങൾ അവർ ശേഖരിച്ചു. ചിലയിടങ്ങളിൽ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ വ്യക്തമായിരുന്നില്ല. ഒടുവിൽ ബാറിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളിൽ തന്നെ അത് വ്യക്തമായി പതിഞ്ഞു. അങ്ങനെ പോലീസിൻ്റെ എല്ലാ തെളിവുകളും സഹിതമാണ് പരാതി നൽകിയത്. അതോടുകൂടി പോലീസിൻ്റെ നടപടികൾ വളരെ വേഗത്തിലും എളുപ്പത്തിലുമാവുകയായിരുന്നു. പോലീസ് വാഹന ഉടമയെ കണ്ടെത്തി രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് തുടർന്ന് അവരെ ചോദ്യം ചെയ്തപ്പോൾ 2 പേരും പകൽ പോലെ കാര്യങ്ങൾ വ്യക്തമായി പറയുകയും ചെയ്തു. അങ്ങനെ 2 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മോഷണത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. നവവരൻ്റെ വീട്ടിൽ നിന്നും കല്യാണ പിറ്റേന്ന് തന്നെ ചെടിച്ചട്ടികൾ പൊക്കി അത് തൊണ്ടിയായി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. നവവരന് വളരെ വൈകാതെ തന്നെ വിദേശത്തേക്ക് ജോലിയുടെ ആവശ്യമായി മടങ്ങേണ്ടതുണ്ട്. എന്തായാലും കേസിൽപ്പെട്ടതോടുകൂടി മടക്കയാത്രയിൽ നേരിയ ആശങ്കകൾ ഉയരുന്നുണ്ട്. ഹൈക്കോടതിയെ സമീപിച്ച് കേസ് FIR റദ്ദാക്കുന്നതിന് ആവശ്യമായ നടപടികളിലേക്ക് അവർ നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് സൂചന. എന്തായാലും നഗരസഭയുടെ ഭാഗം കേട്ടാൽ അല്ലെങ്കിൽ ചോദിക്കുന്ന പക്ഷം കൗൺസിൽ ഈ വിഷയം ചർച്ച ചെയ്ത് എന്തായിരിക്കണം നഷ്ടപരിഹാരമായി വേണ്ടത് എന്ന കാര്യത്തിൽ വിശദമായ ചർച്ചയുണ്ടാകുമെന്നുള്ളതാണ് നഗരസഭ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും പൊതുസമൂഹത്തിന് എല്ലാവർക്കും ഒരു പാഠമായി മാറേണ്ട വിഷയമായി നഗരസഭ ഇതിനെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നവവരൻ്റെ വിഷയമോ അദ്ദേഹത്തിൻ്റെ വിദേശയാത്രയൊന്നും അവർ മുഖവിലേക്ക് എടുക്കുന്നതേയില്ല. മറിച്ച് ശരിയാണ്, ശക്തമായ നിയമപരമായി തന്നെയാണല്ലോ നഗരസഭയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും.